ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചോറിന് കറിയൊന്നുമില്ലാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ വച്ച് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് 5 മിനിറ്റിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10 ഉണക്കമുളക്, പിന്നെ ഒരു വാളം ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വാളംപുളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മുളക് വറക്കാൻ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മുളക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ മുളക് നല്ലോണം ഒന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത്രയും പാകത്തിൽ വറന്ന് കിട്ടിയാൽ മതി, ഒരുപാടൊന്നും അങ്ങോട്ട് വറക്കേണ്ട കാര്യമില്ല. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മുളക് നമ്മളിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മുളക് വറുത്ത എണ്ണയിലോട്ട് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാടൊന്നും അങ്ങോട്ട് വറക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി മുളകും എല്ലാം നമ്മളിവിടെ വറുത്ത് കോരി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുളകിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മുളകൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ മുളക് മാത്രമേ ഇടുന്നുള്ളൂ. മുളക് പൊടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഇട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് നമ്മളിവിടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി പുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാടൊന്നും ചേർക്കണ്ട. ആദ്യം കുറച്ച് ചേർത്തിട്ട് ഇത് അരച്ചെടുത്തതിന് ശേഷം കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് ഒരുപാടൊന്നും അങ്ങോട്ട് അരയ്ക്കേണ്ട കാര്യമില്ല, ഈ ഒരു പാകത്തിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മുളകും ഉള്ളിയും വറക്കാനും ഉപയോഗിച്ച വെളിച്ചെണ്ണ ബാലൻസ് ഉണ്ട്, അത് ഇതിലോട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി നല്ല ടേസ്റ്റിയായി വരും. ഈ വെളിച്ചെണ്ണയും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചോറിന് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇപ്പോൾ നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മളുടെ ചമ്മന്തി കിട്ടിയിരിക്കുന്നത്. നല്ല ഗ്രേവി പോലെയുള്ള ചമ്മന്തിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.